സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ തകരാർ പരിഹരിക്കുന്നതിനായുള്ള സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. 17 സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് അറ്റ്ലസ് 400M വിമാനത്തിൽ ബ്രിട്ടനിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയത്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്, 3 ആഴ്ചയിലധികമായി സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്താണ് വിമാനമുള്ളത്. വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ച് തിരികെ കൊണ്ടുപോകുകയാണ് സംഘത്തിന്റെ ദൗത്യം. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഈ യുദ്ധവിമാനം ഇവിടേക്ക് എത്തിയിട്ട് അറബിക്കടലിലെ പരിശീലനത്തിനിടയിലാണ് പ്രതിരോധ കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന വിമാനം F-35B 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണ്. ഇത് പറന്നുയരുകയും പിന്നീട് അടുത്ത വിമാനത്താവളത്തിലേക്ക് യന്ത്ര തകരാറ് മൂലം ഇറക്കുകയുമായിരുന്നു. അത് ഏറ്റവും അടുത്ത് തിരുവനന്തപുരം വിമാനത്താവളം ആയതിനാൽ തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തത്. ഈ അടിയന്തര ലാൻഡിങ്ങിനിടയിൽ ഇതിന്റെ ഹൈഡ്രോളിക് സംവിധാനം അടക്കം തകരാറിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തി ഇതിന്റെ യന്ത്ര തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും അതിന് സാധിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് 17 അംഗ സംഘം UK എയർബസ് 400 ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. UK-യുടെ പ്രതിരോധ നിരയിലെ തന്നെ കൂറ്റൻ വിമാനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒമാനിൽ നിന്നാണ് ഈ വിമാനം പറന്നുയരുകയും 12:40 തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. വിമാന കമ്പനിയിലെ അംഗങ്ങളും അതുപോലെ തന്നെ UK പ്രതിരോധ നിരയിലെ വിദഗ്ധ സംഘവുമാണ് ഇവിടെ വിമാനത്തിന്റെ യന്ത്ര തകരാറുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിലെ M400 തന്നെ ഇത് തിരികെ കൊണ്ടുപോകുന്ന കാര്യമടക്കം ആലോചിച്ചിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ M400 തിരികെ പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 4 മണി വരെ മാത്രമാണ് UK M400 വിമാനത്തിന് ഇവിടെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നൽകിയിരുന്നത്. അതിനാൽ തന്നെ ഈ വിമാനം തിരികെ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനാൽ തന്നെ 14 പേർ 17 അംഗ സംഘങ്ങൾ എത്തിയെങ്കിൽ 14 പേർ ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള സംഘങ്ങളെ ഇവിടെ നിർത്തിയതിനു ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ തന്നെ UK എയർബസ് 400 വിമാനം തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച യുദ്ധവിമാനം F-35B അത് പറത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ UK എയർബസ് 400 വിമാനം റൺവേയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ശരി രജിത്, തിരുവനന്തപുരം വിമാനത്താവളത്തിലിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ തകരാർ പരിഹരിക്കുന്നതിനായുള്ള സംഘം പരിശോധനകൾ തുടരുകയാണ്. ഇവരെത്തിയ അറ്റ്ലസ് 400M വിമാനം ഇപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. വിവരങ്ങളാണ് രജിത് കുമാർ നൽകിയത്.